ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പുതിയ ക്രിമിനൽ നിയമങ്ങൾ അടുത്ത മാസം 1 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. പരിശീലന നടപടികൾ പുരോഗമിക്കുന്നു. 2025 നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ സംസ്ഥാനത്ത് നാളെ ബലിപ്പെരുന്നാൾ. ആശംസകൾ നേർന്ന് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് പാകിസ്ഥാൻ അയർലൻഡ് പോരാട്ടം. വനിതാ ഏകദിനത്തിൽ ഇന്ത്യയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 266 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പുതിയ ക്രിമിനൽ നിയമങ്ങളായ ഭാരതീയ ന്യായ് സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ അടുത്ത മാസം 1 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. ഇതു സംബന്ധിച്ച പരിശീലന നടപടികൾ നാഷണൽ ജുഡീഷ്യൽ അക്കാദമി, ദേശീയ നിയമ സർവകലാശാല തുടങ്ങിയ ഇടങ്ങളിൽ പുരോഗമിക്കുകയാണ്. കൊൽക്കത്തയിൽ സംഘടിപ്പിച്ച പുതിയ ക്രിമിനൽ നിയമ അവബോധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. 2023 ഡിസംബറിലാണ് രാഷ്ട്രപതി 3 നിയമങ്ങൾക്കും അംഗീകാരം നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന് കേൾക്കാം. തുടർച്ചയായി 3-ാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റ ശേഷം പ്രക്ഷേപണം ചെയ്യുന്ന ആദ്യ പതിപ്പായിരിക്കും ഇത്. പരിപാടിയുടെ 111-ാം എപ്പിസോഡിലേക്ക് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി ആപ്പ് വഴിയോ മൈ ജിഒവി ഓപ്പൺ ഫോറം വഴിയോ ഈ മാസം 28 വരെ ജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാം. പാർലമെന്റ് വളപ്പിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ഉന്നത നേതാക്കളുടെയും പ്രതിമകൾ ഒരു സ്ഥലത്ത് തന്നെ കണ്ട് ആദരമർപ്പിക്കാൻ സന്ദർശകർക്ക് അവസരമൊരുക്കുന്ന പ്രേരണ സ്ഥൽ ഇന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഉദ്ഘാടനം ചെയ്യും. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവൻഷ് നാരായൺ സിംഗ്, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. എല്ലാ പാർലമെന്റ് അംഗങ്ങളെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സന്ദർശകർക്ക് ഉന്നത നേതാക്കളുടെ ജീവചരിത്രവും സന്ദേശവും നവസാങ്കേതിക വിദ്യയിലൂടെ ലഭ്യമാക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. 2025 നടക്കാനിരിക്കുന്ന സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വാർഡുകളുടെയും വിഭജനവും അതിർത്തി നിർണ്ണയവും നടത്തുന്നതിനാണ് കമ്മീഷൻ രൂപീകരിച്ചത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ചെയർമാനായുള്ള കമ്മീഷനിൽ മറ്റു 4 അംഗങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. പാലക്കാടും തൃശൂരും ഇന്ന് പുലർച്ചെ വീണ്ടും നേരിയ ഭൂചലനം. പാലക്കാട് ജില്ലയിലെ തൃത്താല, തിരുമറ്റിക്കോട് മേഖലകളിലാണ് ഇന്ന് പുലർച്ചെ 3:55 വീണ്ടും ഭൂചലനം അനുഭവപ്പെട്ടതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. റിക്ടർ സ്കെയിലിൽ 2.9 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ രാവിലെയും ഈ മേഖലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. അതേസമയം നേരിയ ഭൂചലനമാണ് ഉണ്ടായതെന്നും ആശങ്ക വേണ്ടെന്നും റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ നാളെ സംസ്ഥാനത്ത് വിശ്വാസികൾ ബക്രീദ് ആഘോഷിക്കും. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് ഓരോ ബലിപ്പെരുന്നാളും. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് കേരളത്തിലെ പള്ളികളിൽ നാളെ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. ബലിപ്പെരുന്നാൾ വിശേഷങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. ജീവിതത്തിൽ ചെറിയ പരീക്ഷണങ്ങളിൽ പോലും പതറുകയും ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുന്നവർക്ക് പ്രത്യാശയാണ് ഈദുൽ അസ്ഹ പകർന്നു നൽകുന്നത്. ഹജ്ജിന്റെ പുണ്യവുമായി ലക്ഷങ്ങൾ മക്കയിൽ സംഗമിക്കുന്ന സന്ദർഭത്തിൽ ഈദുൽ അസ്ഹയ്ക്കുള്ള ഒരുക്കങ്ങളും നാടെങ്ങും പുരോഗമിക്കുകയാണ്. വിപണികളിൽ വൻ തിരക്കാണ്. രാവിലെ പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളും തക്ബീർ ധ്വനികളുമായി പെരുന്നാൾ നമസ്കാരവും നടക്കും. തുടർന്ന് വിവിധയിടങ്ങളിൽ ബലികർമ്മവും നടക്കും. അഹന്തയെ ദൂരെറിഞ്ഞ് അപരന്റെ സങ്കടങ്ങളെ നെഞ്ചേറ്റി സ്വാതന്ത്ര്യം പകരാനും അവരെ ചേർത്ത് പിടിക്കാനും കഴിയണമെന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സന്ദേശത്തിൽ പറഞ്ഞു. കുവൈത്തിലുണ്ടായ തീപിടുത്തലിൽ ജീവനും സ്വത്തും ആരോഗ്യവും നഷ്ടപ്പെടുന്നവരോട് ഐക്യപ്പെടലും സന്തോഷവേളയെ ആർദ്രമാക്കും എന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മലയാളികൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ബക്രീദ് ആശംസകൾ അറിയിച്ചു. പരസ്പര സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലിപ്പെരുന്നാൾ പകർന്നു നൽകുന്നതെന്ന് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച തൃശൂർ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന്റെ കുടുംബത്തെ മന്ത്രിമാരായ കെ രാജനും ആർ ബിന്ദുവും സന്ദർശിച്ചു. ബിനോയിയുടെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച മന്ത്രി കെ രാജൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയും ഇടപെടലും വാഗ്ദാനം ചെയ്തു.
തൃശൂരിലെ എംപിയായി ഒതുങ്ങില്ലെന്നും കേരളത്തിന്റെ എംപിയായിട്ടായിരിക്കും പ്രവർത്തനമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തമിഴ്നാടിനും ശ്രദ്ധ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിലുണ്ടായത് 1.5 വർഷം നടത്തിയ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. കോൺഗ്രസ് നേതാക്കളായ ഇന്ദിരാഗാന്ധിയെയും കരുണാകരനെയും കുറിച്ച് താൻ നടത്തിയ പരാമർശങ്ങൾ തെറ്റായി പ്രചരിപ്പിച്ചെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. തിരുവനന്തപുരത്ത് ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നൽകിയ സ്വീകരണത്തിനിടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാളെ പത്തനംതിട്ട ജില്ലയിൽ സന്ദർശനം നടത്തും. തിരുവല്ല, പന്തളം, വാഴമുട്ടം, കോന്നി, കീഴ്വായ്പൂർ എന്നിവിടങ്ങളിലാണ് സന്ദർശനം. സിപിഐഎം നേതൃയോഗങ്ങൾക്ക് തുടക്കം. 5 ദിവസമാണ് യോഗം. 2 ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റും 3 ദിവസം സംസ്ഥാന കമ്മിറ്റിയുമാണ് യോഗം ചേരുന്നത്. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ള കേന്ദ്ര നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിലയിരുത്തലുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. കൊല്ലം തുറമുഖത്ത് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് ആരംഭിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകി. കൊല്ലം തുറമുഖത്തിന്റെ വിപുലമായ വിനിയോഗത്തിന് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് വഴി തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. വിദേശ യാത്രാക്കപ്പലുകളും ചരക്ക് കപ്പലുകളും കൊല്ലം തുറമുഖത്ത് നങ്കൂരമിടുന്നതിന് അനിവാര്യമായിരുന്ന ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിനായുള്ള കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് അനുവദിച്ചുകൊണ്ടുള്ള ഫയലിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം ഒപ്പിട്ടു. രാജ്യാന്തര കപ്പൽ ചാനലിന് സമീപമുള്ള തുറമുഖമെന്ന നിലയിൽ കൊല്ലം തുറമുഖത്തിന് വലിയ സാധ്യതകൾ ഉള്ളതായാണ് വിലയിരുത്തൽ. ചരക്ക് കപ്പലുകൾക്ക് പുറമെ യാത്രാ കപ്പലുകളുടെ സർവീസിനും ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് ഗുണകരമാകും. കശുവണ്ടി മേഖലയ്ക്കും കൊല്ലം തുറമുഖം മുഖേനയുള്ള ചരക്ക് നീക്കം പ്രയോജനപ്പെടും. വിദേശ കപ്പലുകളിൽ ജീവനക്കാർ മാറിക്കയറുന്ന ക്രൂ ചേഞ്ചിനും കൊല്ലം തുറമുഖം ഇനി വേദിയാകും. ഇമിഗ്രേഷൻ ഓഫീസിനാവശ്യമായ കെട്ടിടം, ചുറ്റുമതിൽ, CCTV ക്യാമറ തുടങ്ങിയ സൌകര്യങ്ങൾ തുറമുഖത്ത് സജ്ജമാണ്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് രാത്രി 8 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാൻ അയർലൻഡിനെ നേരിടും. രാവിലെ നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ 5 വിക്കറ്റിന് സ്കോട്ട്ലൻഡിനെ പരാജയപ്പെടുത്തി. അതിനിടെ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 266 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 265 റൺസ് എടുത്തു. സംസ്ഥാനത്ത് 6 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ മാസം 18 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള തീരത്തും തമിഴ്നാട് തീരത്തും നാളെ രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം വെളിനല്ലൂരിൽ ഫാമിൽ തീറ്റയിൽ അമിതമായി പൊറോട്ട ചേർത്തത് വഴി 5 പശുക്കൾക്ക് ജീവഹാനി. 9 എണ്ണം അവശനിലയിലാണ്. ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. ചക്കയും പൊറോട്ടയും അമിതമായി തീറ്റയിൽ ചേർത്തത് മൂലം വയർ കമ്പനം നേരിട്ട് പശുക്കൾ മരണപ്പെടുകയായിരുന്നു എന്ന് മൃഗസംരക്ഷണ വകുപ്പ് സ്ഥിരീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പുതിയ ക്രിമിനൽ നിയമങ്ങൾ അടുത്ത മാസം 1 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. പരിശീലന നടപടികൾ പുരോഗമിക്കുന്നു. 2025 നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ സംസ്ഥാനത്ത് നാളെ ബലിപ്പെരുന്നാൾ. ആശംസകൾ നേർന്ന് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് പാകിസ്ഥാൻ അയർലൻഡ് പോരാട്ടം. വനിതാ ഏകദിനത്തിൽ ഇന്ത്യയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 266 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.